إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ തൻ്റെ ജീവിതത്തെ മുച്ചോടും സ്വാധീനിച്ചുകൊണ്ടായിരിക്കണം നാം ജീവിക്കേണ്ടത് എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നാം. പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പ്രയാസകരമായ അവസ്ഥ, വേദനാകരമായ അവസ്ഥ, അതൊക്കെയാണ്. എന്നാൽ നമ്മുടെ സന്തോഷവും സംതൃപ്തിയും സമാധാനവും നമ്മുടെ ഇഷ്ടവും ഒക്കെ പരീക്ഷണങ്ങളാവുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാൻ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് സൂറത്തുൽ കഹ്ഫിലെ 46-ാമത്തെ ആയത്ത് ഞാനിവിടെ ഊന്നിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അനുഭവിക്കുന്നതും അവർ കാണുന്നതും അതിനുവേണ്ടി പരിശ്രമിക്കുന്നതുമൊക്കെ ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യ ലക്ഷ്യം തന്നെ അവയെക്കുറിച്ചുള്ള ഇഷ്ടങ്ങളും പ്രവർത്തനങ്ങളുമാണ്. അത്തരത്തിൽ അള്ളാഹു അനുഗ്രഹമായി നൽകിയ 2 കാര്യങ്ങൾ, ആ 2 കാര്യങ്ങൾ ഗുരുതരമായ പരീക്ഷണമായി തീരുകയും നമ്മുടെ ജീവിതത്തെ അത് ഗംഭീരത്തിലാക്കണമെന്ന തീരുമാനമെടുക്കുകയും ചെയ്യും. അത്തരത്തിൽ അനുഗ്രഹമായിരിക്കുന്ന 2 കാര്യങ്ങളാണ് സമ്പത്തും സന്താനങ്ങളും. സമ്പത്ത് ഇഷ്ടപ്പെടാത്ത ആരുമില്ല. അതിനുവേണ്ടി അത്യധ്വാനം ചെയ്യുന്നവരാണ് നാം. രാവെന്നോ പകലെന്നോ നോക്കാതെ, സ്വദേശമെന്നോ വിദേശമെന്നോ നോക്കാതെ, ജോലിയുടെ ഗുണനിലവാരം എന്തെന്നോ മോശാവസ്ഥ എന്തെന്നോ നോക്കാതെ അത്യധ്വാനം ചെയ്യുന്ന ആളുകൾ. സമ്പത്ത് വേണം, ജീവിക്കാൻ സമ്പത്ത് വേണം, വിശപ്പടക്കണം, വീട് വേണം, വസ്ത്രം വേണം, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നിത്യോനെ എന്നോണം നമുക്കുണ്ട്. അതിനപ്പുറം സമ്പത്ത് ഒരു ആവേശമായ ഒരു ലഹരിയായി ആളുകൾ കാണുന്നു, ഒരുപാട് ഒരുക്കിക്കൂട്ടാൻ പരിശ്രമിക്കുന്നു. ഇത്തരത്തിൽ ഏത് ഹലാലായ മാർഗത്തിൽ എത്രമാത്രം സമ്പത്ത് ഉണ്ടാക്കുന്നതും ഇസ്ലാം വിരോധിക്കുന്നില്ല. പക്ഷേ ആ ലഭിച്ച സമ്പത്ത് അതെങ്ങനെ വിനിയോഗിക്കണം എന്നുകൂടി മതം പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ അത് സ്വീകരിക്കണം എന്ന് പഠിപ്പിച്ചതുപോലെ, എങ്ങനെ അത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തന്നതുപോലെ, അതെങ്ങനെ വിനിയോഗിക്കണമെന്നും മതം പഠിപ്പിക്കുന്നുണ്ട്. ആ വിനിയോഗിക്കുന്നതിന് മുമ്പായി അത് ശുദ്ധീകരിക്കേണ്ടതുണ്ടെന്നും മതം അനുശാസിക്കുന്നു. മാത്രമല്ല, നമുക്കറിയാത്ത ഏതോന്നിലുള്ള ആരൊക്കെയോ നമ്മുടെ സമ്പത്തിന് പോലും അവകാശികളായിട്ട് ഉണ്ട് എന്നും മതം പഠിപ്പിക്കുകയാണ്. അവർക്ക് നൽകി ശുദ്ധീകരിച്ച്
ഹലാലായ മാർഗത്തിൽ ആ സമ്പത്ത് വിനിയോഗിച്ചാൽ അത് അനുഗ്രഹമായി നമുക്ക് തീരുകയും ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും അത് അനുഗ്രഹമായി വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെയാണ് മക്കളെ ഇഷ്ടപ്പെടാത്തത് ആരാണുള്ളത്? മക്കൾക്ക് വേണ്ടി തന്നെയാണ് നമ്മുടെ ജീവിതവും അധ്വാനവും ഒക്കെ. അവരുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം, അവരുടെ താല്പര്യമാണ് നമ്മുടെ താല്പര്യം. പക്ഷെ ആ താല്പര്യം അതിര് കടക്കുമ്പോൾ, ആ താല്പര്യം കൈവിടുമ്പോൾ അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നത് നമ്മുടെ നല്ല തീരുമാനങ്ങളെയും നല്ല പ്രവർത്തനങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടാവാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാനത് പിന്നാലെ പറയാം. അങ്ങനെയാകുമ്പോൾ ദുനിയാവിൽ അനുഗ്രഹമായി നമുക്ക് സംരക്ഷണം ഒരുക്കുകയും നമ്മുടെ അവസ്ഥ പ്രയാസകരമായ ഘട്ടത്തിൽ നമുക്ക് ആശ്വാസവും തലോടുമായി വർദ്ധിക്കുകയും ചെയ്യുന്ന സന്താനങ്ങൾ, നമ്മൾ മരിച്ചു ചെന്നാൽ ആഖിറത്തിൽ നമുക്ക് ഗുണകരമാവുന്ന രീതിയിൽ ദുനിയാവിൽ പ്രാർത്ഥനാനിരതരാകുന്ന സന്താനങ്ങൾ, ആ സന്താനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ടാണ് നാം ദുനിയാവിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ പ്രവർത്തനം നമ്മെ ഈ ലോകത്തും നഷ്ടക്കാരിലാക്കും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, സ്വത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. നമ്മളെ ആവേശം കൊള്ളിക്കുന്ന, നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുന്ന അലങ്കാരങ്ങളായിട്ടാണ് നമുക്കിത് ലഭിച്ചിരിക്കുന്നത്. അത് അനുഗ്രഹമാണെന്നും മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയും വൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറും ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ, എന്നാൽ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് നിന്റെ രക്ഷിതാവിൽ ഉത്തമമായ പ്രതിഫലമുള്ളതും. മക്കളെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും പറഞ്ഞിട്ട് പറയുന്നു, നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് നിന്റെ രക്ഷിതാവിൽ ഉത്തമമായ പ്രതിഫലമുള്ളതും ഉത്തമമായ പ്രതീക്ഷ നൽകുന്നതും. എന്ന് വെച്ചാൽ മക്കളും സമ്പത്തും നമുക്ക് നിലനിൽക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന സ്വത്തുക്കളായി, അമാനത്തുകളായി മാറ്റാൻ നാം വിചാരിച്ചാൽ കഴിയും, നാം പരിശ്രമിച്ചാൽ കഴിയും. അത് നിരന്തരം നമുക്ക് ആഖിറത്തിലും പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊണ്ടുകൊണ്ടേയിരിക്കുന്ന ഗുണകരമായ അവസ്ഥ ഉണ്ടാക്കിത്തരും. ആ അനുഗ്രഹങ്ങളെ വീണ്ടും വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. സൂറത്ത് ആലി ഇംറാനിലെ 14-ാമത്തെ ആയത്തിൽ സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതിരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദതി വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർഫ്. ഭാര്യമാർ, മക്കളെ മാത്രമല്ല, ഭാര്യമാർ, പുത്രന്മാർ, കൂപാരമായി കൂടിയ സ്വർണം, വെള്ളി, നമ്മുടെ സ്വത്തുക്കൾ, മേത്തരം, കുതിരകൾ, നാൽക്കാലി വർഗങ്ങൾ, കൃഷിയിടം എന്നിങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട വസ്തുക്കളോടുള്ള പ്രേമം, ഇഷ്ടം മനുഷ്യർക്ക് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ, അതൊക്കെ ഇഹലോക ജീവിതത്തിലെ വിഭവങ്ങളാണ്. അത് സ്വർണം, വെള്ളി, കൃഷിയിടം, കുതിരയാവട്ടെ, നാൽക്കാലികളാവട്ടെ, അതൊക്കെ നമ്മുടെ സ്വത്തുക്കൾ. അതിൽ ഈ വിശദീകരണത്തിനപ്പുറം നമ്മൾ സമ്പാദിച്ച സ്വത്തുക്കളൊക്കെയും അതിൽപ്പെടും. അതൊക്കെ അലങ്കാരങ്ങളാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ രണ്ട് കൂടി ചേർത്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? വൽ നിസാഇ വൽ ബനീൻ, മക്കളും ഇണകളും. മക്കളും ഇണകളും കൂടി അതും അലങ്കാരമാണ്. എന്നിട്ട് പറയുന്നു അള്ളാഹുവിൻ്റെ അടുക്കലാകുന്നു ചെന്ന് ചേരാനുള്ള ഉത്തമ സങ്കേതം. അല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. ഈ അലങ്കാരങ്ങൾക്ക് മുമ്പിൽ മതിമറന്ന് ഇവിടെ ജീവിച്ച് തീർക്കുന്ന ആള് സൂക്ഷിച്ചു കൊള്ളുക. ഈ ജീവിതത്തിന് ശേഷം വലിയൊരു ജീവിതം, ശാശ്വതമായ ജീവിതം വരാനിരിക്കുന്നു. ഇതിൻ്റെ മുമ്പിൽ ഒക്കെയും നഷ്ടപ്പെടുത്തി ആസ്വാദകരമായി ദുനിയാവിലെ ജീവിതം മാത്രം ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നതെങ്കിൽ ഓർത്തുകൊള്ളുക, വലിയൊരു ജീവിതം വരാനിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെയും അവരുടെ ഗുണകരമല്ലാതായി പോകും. ഇവരോടുള്ള ഇഷ്ടങ്ങളൊക്കെയും അവിടെ ഗുരുതരമായ പാതകമായി തീർന്നേക്കാം. ശ്രദ്ധിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, സന്താനങ്ങളില്ലാത്ത എത്ര ആളുകളെ നമുക്കറിയാം. ഒരു സന്താനം ലഭിക്കാൻ വേണ്ടി കൊതിക്കുന്നവരാണവർ. നമ്മളൊക്കെ ആ മാനസികാവസ്ഥ അനുഭവിക്കുന്ന പല ആളുകളെയും അറിയാവുന്നവർ.
അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സന്താനം ലഭിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹുവാണ് നൽകുന്നത്. നമ്മൾ എന്ത് പരിശ്രമിച്ചിട്ടും ഏത് ഡോക്ടറെ കണ്ടിട്ടും അള്ളാഹുവിന് അനുഗ്രഹമില്ലെങ്കിൽ കാര്യമില്ല. ഒരുപാട് സന്താനങ്ങളുള്ള ആളുകളുണ്ട്, ഒരുപാട് സന്താനങ്ങളുമായി സന്തോഷപൂർവ്വം ജീവിക്കുന്ന ആളുകളുണ്ട്. ഒരു സന്താനം മാത്രം ഉണ്ടായിട്ടും പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന സന്താനങ്ങൾ നമ്മെ സ്വാധീനിക്കുക എന്ന് നമുക്കറിയില്ല. അത് ചെറുപ്പം മുതലേ അവർക്ക് നൽകുന്ന ശിക്ഷണം അത് ഗുണകരമായി വർദ്ധിക്കുമെന്ന പ്രതീക്ഷ മാത്രമേ നമുക്കുള്ളൂ. അത് വർദ്ധിച്ചു കൊള്ളണം എന്നും ഇല്ല. അതാണ് ദുനിയാവ്. വെറും കളിതമാശ, വെറും അലങ്കാരം. അതാണ് ഇവിടെ അലങ്കാരം എന്ന പദം തന്നെ വിശുദ്ധ ഖുർആൻ വേണ്ടി കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ആവർത്തിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു. വീണ്ടും വിശുദ്ധ ഖുർആൻ തുടരുന്നു സൂറത്തുൽ അൻഫാലിൽ, വഅലമു അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം. വഅലമു അന്നമാ അംവാലുകും വഔലാദുകും ഫിത്നത്തും വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം. നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്കൊരു പരീക്ഷണമാണ്, അലങ്കാരമാണ്, അനുഗ്രഹമാണ്, വിഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പറയുന്നത് അതൊരു പരീക്ഷണമാണ്. ഇപ്പൊ നേരത്തെ ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ തന്നെയാണ്. ആ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കാനാകുമോ ഇല്ലയോ എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അത് നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. അള്ളാഹുവിലാണ് മഹത്തായ പ്രതിഫലമുള്ളതെന്നും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുമെന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ പരീക്ഷണം ഗുണത്തിന് വേണ്ടിയാക്കാം, ദോഷത്തിന് വേണ്ടിയുമാവാം. അത് നമ്മൾ സ്വയം തീരുമാനിക്കണം. ആരാണ് യഥാർത്ഥ ശത്രു എന്ന് പ്രവാചകൻ ഹദീസിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. അൻ ഇബ്നു മാലിക് അശ്അരി റളിയല്ലാഹു തആല ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ അദുക അല്ലദീ അൻ ഖതൽതഹു കാന ലക നൂറൻ വഇൻ ഖതലക ദഖൽതൽ ജന്ന. നീ കൊന്നുകളഞ്ഞാൽ നിനക്ക് പ്രകാശമായി തീരുകയും നിന്നെ കൊന്നുകളഞ്ഞാൽ നിനക്ക് സ്വർഗം ലഭിക്കുകയും ചെയ്യുന്നതിനും കാരണക്കാരനായ ആളുണ്ടല്ലോ, അവനല്ല യഥാർത്ഥ ശത്രു. അതായത് നമ്മൾ കൊല്ലുകയാണ് ഒരു അനിവാര്യം, വളരെ അനിവാര്യമായ ഘട്ടത്തിൽ നമ്മൾ അതിക്രൂരമായി പീഡിപ്പിച്ച് ആക്രമിച്ച് അവസാനം ഒരു ഗതിയില്ലാതെ നമ്മൾ അയാളെ കൊല്ലുന്നുവെങ്കിൽ അയാൾ നമ്മുടെ ശത്രുവായതുകൊണ്ടാണ്, നമ്മുടെ ഇഷ്ടക്കാരനത് കൊണ്ടല്ല. നമുക്ക് അയാളൊരു ഇഷ്ടമില്ല, അയാൾക്ക് നമ്മളോടൊരു ഇഷ്ടമില്ല, നമ്മുടെ കൊടിയ ശത്രുതയാണ് അയാൾ. അതുപോലെ നമ്മളെ ആരും കൊല്ലുന്നെങ്കിലോ ആ കൊല്ലുന്നയാൾ നമ്മുടെ ശത്രുവാണ്. ചിലപ്പോൾ നമ്മൾ കൊല്ലപ്പെട്ടാൽ നമുക്ക് സ്വർഗം ലഭിച്ചേക്കാം നല്ല മാർഗത്തിലാണെങ്കിൽ. ഇനി നമ്മൾ കൊന്നാലും നമുക്കത് ആശ്ലേഷകരമായൊരവസ്ഥ ആഖിറത്തിൽ ഉണ്ടാക്കാം. നല്ലൊരു കാര്യത്തിനാണെങ്കിൽ ആ സാഹചര്യം പരിഗണിച്ചുകൊണ്ട്. അപ്പോൾ ആ രണ്ട് രീതിയിലാണെങ്കിലും ഈ വരുന്ന ആൾ ആരാണ്? ആർക്കും അറിയാം നമ്മുടെ ശത്രുവാണ്, നമ്മുടെ കൊടിയ ശത്രുവാണ്. അതുകൊണ്ടാണ് ഏറ്റവും മഹത്തായ പാപമെന്ന്, വലിയ പാപമെന്ന് വിശേഷിപ്പിച്ച കൊല പോലും നമ്മൾ നടത്തേണ്ടി വരുന്നത്. എന്നിട്ട് പ്രവാചകൻ ബോധ്യപ്പെടുത്തുകയാണ്, വലാകിൻ നിങ്ങൾ കൊല്ലുന്നവരോ നിങ്ങളെ കൊല്ലുന്നവരോ ആയ ആളുകൾ ഒരാളുണ്ടാകുമല്ലോ, അയാൾ അല്ല നിങ്ങളുടെ ശത്രു എന്നിട്ട് പറഞ്ഞ് പ്രവാചകൻ പറയുകയാണ്. പിന്നെയോ നിന്റെ മുതുകിൽ നിന്നും നിനക്ക് പിറന്ന നിന്റെ സന്തതി തന്നെയാവാം നിന്റെ വലിയ ശത്രു. നിന്റെ മുതുകിൽ നിന്നും നിന്റെ ബീജത്തിൽ നിന്നും നിന്റെ ഇന്ദ്രിയത്തുള്ളിൽ നിന്നും നിന്റെ ശരീരത്തിൽ നിന്നും പിറന്നു വീണ നിന്റെ സന്തതി തന്നെയാവാം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, ഒരുപാട് കൊതിച്ചാഗ്രഹിച്ച് ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ പിറവിയുടെ അത്രമാത്രം ഇഷ്ടമുള്ള അവർക്കായി ജീവിതം തന്നെ മാറ്റിവെച്ചാൽ നമ്മോട് പറയുന്നു, ഈ സന്താനം നിന്റെ നേരത്തെ സൂചിപ്പിച്ചതിനേക്കാളും വലിയ ശത്രുവായി തീർന്നേക്കാം. വീണ്ടും പ്രവാചകൻ ബോധ്യപ്പെടുന്നു, പിന്നെയോ പിന്നെ നീ കൈയടക്കി വെച്ചിട്ടുള്ള നിന്റെ ധനവും ആണ് നിന്റെ പ്രധാന ശത്രു. നമ്മുടെ ധനവും സമ്പത്തും
ആണ് നമ്മുടെ പ്രധാന ശത്രു. പ്രവാചകൻ വിശദീകരിക്കുന്നത് ഇതിനെക്കുറിച്ച് സഹാബികൾ ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, എൻ്റെ സമുദായത്തിനൊരു കാലം വരും, എൻ്റെ സമുദായത്തിനൊരു കാലം വരും, അന്ന് അവൻ്റെ നാശം അവൻ്റെ ഭാര്യ സന്താനങ്ങളിലൂടെയായിരിക്കും. ദാരിദ്ര്യം കാരണത്താൽ അവർ അവനെ പ്രയാസപ്പെടുത്തും. അതുമൂലം നിഷിദ്ധ മാർഗങ്ങൾ തേടാൻ അവൻ നിർബന്ധിതനാകും. ഭാര്യയും മക്കളുമൊക്കെ വളരെ പ്രയാസകരമായ അവസ്ഥയിലാകുമ്പോൾ മറ്റാരേക്കാളും നമ്മൾ പ്രയാസപ്പെടും. അപ്പം അവരുടെ പ്രയാസം നീക്കാൻ, അവരുടെ പട്ടിണി നീക്കാൻ, അവർക്കൊരു സുഖകരമായ അവസ്ഥക്കായി നമ്മൾ മുന്നും പിന്നും നോക്കാതെ, ഹലാലും ഹറാമും നോക്കാതെ പരിശ്രമിച്ചേക്കാം. അങ്ങനെ പരിശ്രമിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലാത്തവരെ കുറിച്ചല്ല. അങ്ങനെ പരിശ്രമിച്ചേക്കാം. അവർക്ക് വേണ്ടി, മറ്റാർക്ക് വേണ്ടിയല്ല, ഒരു അയൽവാസിക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബക്കാരന് വേണ്ടി എന്തെങ്കിലും ആയിക്കോട്ടെ വിചാരിക്കാം. ഇത് നമ്മുടെ ഭാര്യയാണ്, നമ്മുടെ മക്കളാണ്. അവർ പ്രയാസപ്പെടുന്നത് സഹിക്കാൻ നമുക്ക് കഴിയില്ല. അതിനാൽ നമ്മൾ അവർക്കായിട്ട് ഹലാലും ഹറാമും നന്മയും തിന്മയും നോക്കാതെ അധ്വാനിക്കാനും സമ്പാദ്യം നേടാനും ശ്രമിച്ചേക്കാം. ഇവിടെ വിശദീകരിക്കുന്നു, അതവൻ്റെ നാശമായി തീരും, അതവൻ്റെ നാശമായി തീരും. ഒരു കാലം വരാനിരിക്കുന്നു, അന്ന് അവൻ്റെ ദീൻ കൈമോശം വരാതിരിക്കാൻ അവൻ കുന്നുകളിലേക്കും ഗുഹകളിൽ നിന്നും മാളങ്ങളിൽ നിന്നും മാളങ്ങളിലേക്കും ഓടിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ അപ്രീതി നേടിക്കൊണ്ടല്ലാതെ അവന് ദുനിയാവിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു കാലം. അങ്ങനെ ഒരു കാലം വന്നാൽ ഒരു വ്യക്തിയുടെ നാശം അവൻ്റെ ഭാര്യ സന്താനങ്ങളിലൂടെയാവും. അവർ ഇല്ലാത്തവനാണെങ്കിൽ അവർ സന്താനങ്ങളില്ലാത്തവനാണെങ്കിൽ, ഭാര്യ ഇല്ലാത്തവനാണെങ്കിൽ അവരുടെ മാതാപിതാക്കൾ കാരണമോ അയൽക്കാരും ബന്ധുക്കളുമോ കാരണമോ ആയേക്കാം. അപ്പോൾ ഇത് കേട്ട് സഹാബികൾ ചോദിച്ചു, എന്തുകൊണ്ടാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിഭവങ്ങൾക്കായി അവർ കാരണം അവൻ പ്രയാസപ്പെടും. വിഭവങ്ങൾ എടുക്കാൻ ഈ പറഞ്ഞ കാര്യം തന്നെ. അത് കാരണം തെറ്റുകൾ ചെയ്യേണ്ടി വരും. പറഞ്ഞു വന്നത് ഇത്ര മാത്രമാണ്. തെറ്റ് ഏത് വിഷയത്തിലായാലും ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ഭാര്യയെ പോറ്റാനായാലും മക്കളെ പോറ്റാനായാലും ഏറ്റവും പ്രിയപ്പെട്ടതിനായാലും ചെയ്യരുത്. ഹലാലായ മാർഗം അവലംബിച്ചുകൊണ്ട് മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ. ആ ഒരു പാഠമാണ് ഖുർആനിലൂടെ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. പ്രവാചകൻ തന്നെ പറഞ്ഞു, ദീനാറുകളുടെയും ദിർഹമുകളുടെയും അടിമ നശിച്ചത് തന്നെ. നേരത്തെ ഈ മക്കളെക്കുറിച്ചാണ് പറഞ്ഞെങ്കിൽ ഇവിടെ സമ്പത്തിനെ കുറിച്ച് പറയുന്നു. ദീനാറുകളുടെയും ദിർഹമുകളുടെയും അടിമ നശിച്ചത് തന്നെ. അടിമ എന്ന് പറഞ്ഞാൽ അതിനായി മാത്രം ജീവിതം മാറ്റിവെച്ച ആൾ, അതെങ്ങനെയും സമ്പാദിക്കാൻ മെനക്കിടുന്ന ആൾ. നമ്മളൊക്കെ ഗൾഫിൽ ജീവിച്ച പല ആളുകളുണ്ടല്ലോ. ഗൾഫിലൊക്കെ അത്യധ്വാനം ചെയ്യുന്ന വളരെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളെ, രക്ഷിതാക്കളെ നമുക്ക് കാണാം. അവർക്കൊന്നുമില്ല, അവർക്ക് നേരെ ഭക്ഷണമില്ല, നല്ലൊരു റൂമിൽ അവർക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല, ഉറക്കില്ല, ഒന്നുമില്ല, ആരോഗ്യപരമായ ഒരു ശ്രദ്ധയും അവർക്കില്ല. അവർ അധ്വാനിച്ചു കൊണ്ടേയിരിക്കുകയാണ്. രാവിലെ ജോലി, വൈകുന്നേരം ഓവർടൈം, രാത്രി വേറെ എന്തെങ്കിലും ജോലി, അങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കും. പല ആളുകളും ഇവിടെ ജീവിക്കുന്നില്ല, ജീവിപ്പിക്കുകയാണ്. എന്നാലോ അവർ അധിക പേരും അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ഹലാലും ഹറാമും നോക്കാതെയാണ് ജീവിക്കുന്നത്. എന്തിനാണ്? നാട്ടിൽ കുട്ടികളുണ്ട്, മക്കൾ പഠിക്കുകയാണ്, പെൺകുട്ടികളുണ്ട്, വിവാഹം ചെയ്തു കൊടുക്കണം, അതിന് സമ്പാദ്യം ഒരുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയിലേക്കാണ് മനുഷ്യൻ പോകുന്നതെങ്കിൽ അവൻ ദുനിയാവിലും ആഖിറത്തിലും ഒന്നുമില്ലാത്തവനായി പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഖിയാമത്തിലുള്ള ആളുകളെക്കുറിച്ചും പ്രവാചകൻ സൂചിപ്പിച്ചു. ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരും. ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരും. അയാളെക്കുറിച്ച് പറയും, ഇയാളുടെ നന്മകളെല്ലാം കുടുംബം തിന്നു തീർത്തിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇയാളുടെ നന്മകളെല്ലാം കുടുംബം തിന്നു തീർത്തിരിക്കുന്നു, ഇയാൾ നാശമായിരിക്കുന്നത്. കുടുംബത്തെക്കുറിച്ച് എന്താ ഖുർആന്റെ സങ്കല്പം? ഖുർആൻ പഠിപ്പിച്ചത് എന്താണ്? കുടുംബ ബന്ധം ഊഷ്മളമാക്കണം, അല്ലാത്തവന് സ്വർഗ്ഗമില്ല എന്നാണ് പറഞ്ഞത്. കുടുംബബന്ധം മുറിച്ചു കളയുന്നവൻ, മനുഷ്യബന്ധങ്ങളെ തകർത്തെറിയുന്നവന് സ്വർഗമില്ല, അള്ളാഹുവിൽ നിന്നും ഗുണകരമായ ഒരവസ്ഥയും ഉണ്ടാവില്ല.
അത്രമാത്രം പവിത്രമാണ് കുടുംബബന്ധം. സന്താനങ്ങളെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അവരോട് നന്മ ചെയ്തെങ്കിൽ മാത്രമേ, അവരോട് നീതി പുലർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗമുള്ളൂ എന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള കുടുംബമാണ് നമ്മെ നാശത്തിലെത്തിക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാക്കുക. അതിൽ നാം തന്നെയാണ് കാരണക്കാർ, അവരല്ല, ഭാര്യയോ മക്കളോ അല്ല എന്നുകൂടി തിരിച്ചറിയുക. അത്തരത്തിൽ മനുഷ്യൻ സ്വയം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാവട്ടെ, അലങ്കാരങ്ങളാവട്ടെ, വിഭവങ്ങളാവട്ടെ, ഏത് രീതിയിൽ ഇതിനെ വിലയിരുത്തിയാലും അതൊക്കെയും നമ്മുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും തൃപ്തിയും അള്ളാഹുവിൻ്റെ തൃപ്തിയും ലാക്കാക്കിക്കൊണ്ട് ഉപയോഗപ്പെടുത്താനാണ് നാം പരിശ്രമിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസൃതം ജീവിതം ചിട്ടപ്പെടുത്തണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിപ്രയാസകരമായ അവസ്ഥയാണ് ഞാൻ സൂചിപ്പിച്ചു. കഴിഞ്ഞ ഫുട്ബോയിൽ നമ്മളത് പറഞ്ഞാൽ ഇപ്പോഴുള്ളത്. അനുദിനം രോഗികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കോവിഡ് മാത്രമല്ല, സമ്പർക്കത്തിലൂടെയും ഇങ്ങനെ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ നമ്മുടെ ചുമ എങ്ങനെ ആയിരിക്കുമെന്ന് ഇനിയുള്ള 2-3 ദിവസത്തെ നീക്കങ്ങൾ കൂടി നോക്കി തീരുമാനമെടുക്കും. അത് അറിയിക്കുകയും ചെയ്യുന്നതായിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കരുണാമായ നാഥ, നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹുവെ നീ നന്മ ചെയ്യുകയും അവരെയും ഞങ്ങളെയും നീ ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഊഷ്മളമായ ജീവിതം നയിച്ചുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാവണമേ നാഥ. അവർക്കും ഞങ്ങൾക്കും നീ ആരോഗ്യം നൽകുകയും ഈമാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ നാഥ. ഞങ്ങൾ പലരുടെയും പിരിഞ്ഞുപോയ മാതാപിതാക്കൾ, ഞങ്ങളുടെ മക്കൾ, ഇണകൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അങ്ങനെ ഒട്ടേറെ ആളുകൾ, വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ, സർവോപരി വിശ്വാസിനികൾ, അവർക്കൊക്കെയും നീ മഗ്ഫിറത്ത് നൽകുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരികയും ചെയ്യണമേ നാഥ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നിങ്ങളെ കാത്തു രക്ഷിക്കണമേ റബ്ബേ. അപകടം, ദുരന്തങ്ങൾ, മാരക രോഗങ്ങൾ, കടങ്ങൾ, ദാരിദ്ര്യം പോലുള്ള വളരെ പ്രയാസകരമായ അവസ്ഥയെ തൊട്ട് റബ്ബേ നീ ഞങ്ങൾക്ക് തുണയേകണമേ, സംരക്ഷണം നൽകണമേ നാഥ. ലോകം നിസ്സഹായമായി പോയ കോവിഡ് എന്ന മാരോഗത്തെ തൊട്ട് നീ ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകണമേ റബ്ബേ. ഈ നാടിനെ, ഈ രാജ്യത്തെ, ഈ ലോകത്തെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. നീയാണ് ശിഫ നൽകുന്നവൻ. പരിപൂർണ്ണ ശിഫ നൽകി ഈ രോഗം ബാധിച്ചവർക്ക് ആശ്വാസം നൽകണമേ നാഥ. കഠിനമായ രോഗ തടസ്സങ്ങളെ തൊട്ട് നീ അവരെ കാത്തുരക്ഷിക്കണമേ റബ്ബേ. പ്രയാസം അനുഭവിക്കുന്ന കുടുംബക്കാർക്കും മറ്റും നീ സമാധാനം നൽകണമേ അല്ലാഹുവേ. ചികിത്സ ലഭ്യമാവാനും കൂടുതൽ പടരാതിരിക്കാനും നീ തൗഫീഖ് ചെയ്യുമാറാവണമേ നാഥ. ഭയാനകമായ പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് നീ നൽകരുതേ നാഥ. അപമാനിക്കപ്പെടുന്ന അവസ്ഥയെ തൊട്ട് ഞങ്ങൾക്ക് നീ കാവലേകണമേ നാഥ. വാർദ്ധക്യ രോഗങ്ങൾ കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ ലഘൂകരിച്ചു കൊടുക്കണമേ നാഥ. ഞങ്ങളുടെ നല്ല ഉദ്ദേശ ലക്ഷ്യങ്ങൾ നീ നിറവേറ്റി തരണമേ റബ്ബേ. എല്ലാ പ്രയാസഘട്ടത്തിലും സത്യവിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ലോകത്ത് പീഡനം അനുഭവിക്കുന്ന സത്യവിശ്വാസികൾക്ക് നിന്റെ മഹാകാരുണ്യവും സുരക്ഷിതത്വവും നൽകണമേ നാഥ. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നശിപ്പിക്കൽ അജണ്ടയാക്കിയവരുടെ കുപ്രചരണങ്ങളും ശ്രമങ്ങളും നീ ഇല്ലാതാക്കി കളയണമേ നാഥ. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ കുതന്ത്രങ്ങൾ നീ ഫലശൂന്യമാക്കണമേ റബ്ബേ. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ കുതന്ത്രങ്ങൾ നീ ഫലശൂന്യമാക്കണമേ നാഥ. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ കുതന്ത്രങ്ങൾ നീ ഫലശൂന്യമാക്കണമേ നാഥ. ഈ രാജ്യത്ത് ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും ദഅവത്ത് നടത്താനുമുള്ള അവകാശം നിലനിർത്തി തരയണമേ നാഥ. ഞങ്ങളുടെ മക്കൾക്കും വരും തലമുറകൾക്കും ഭയപ്പാടില്ലാതെ മുഅ്മിനായി ജീവിക്കാനുള്ള സൗകര്യം ഈ രാജ്യത്തും ഈ ലോകത്തും നീ നിലനിർത്തി തരയണമേ റബ്ബേ. രാജ്യത്ത് എല്ലാവരുമായി ഒത്തൊരുമയോടെയും സാഹോദര്യത്തോടെയും സ്നേഹത്തോടെയും കഴിയാനും ഫിത്നയുണ്ടാക്കുന്നവരെ ഒറ്റപ്പെടുത്താനും നീ സഹായിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്
ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.